വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ വിഷയത്തോടൊപ്പം നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ചോദ്യം ചെയ്യാനുള്ള രീതിയിലാണ് നേരത്തെ എടുത്ത സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിടാൻ വേണ്ടിയായിരുന്നു വിളിച്ചു വരുത്തിയത്. അതുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിൽ അഭിഭാഷകരെ ഒന്നും തന്നെ സമീപിക്കാതെ അവിടെ നേരിട്ട് വലിയ മനോവിഷമത്തിലൊക്കെയായിരുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ BJP ശേഷം ഇപ്പോൾ BJP സൗത്ത് പ്രതികരിക്കുകയാണ്. രജനി, ആ പ്രതികരണത്തിലേക്ക് പോകാം. ഹലോ, ഇവിടെ സ്വാഭാവികമായും ഞാൻ അധ്യക്ഷനായിട്ടുള്ള ജില്ലയിലാണ് താഴ്ന്ന കുടുംബം നിലനിൽക്കുന്നത്. സ്വാഭാവികമായും ചെങ്ങന്നൂർ താലൂക്കിലെ തന്നെ നിയോജകമണ്ഡലത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രബലമായ ഒരു കുടുംബത്തിലെ അംഗത്തെ അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ സ്വാഭാവികമായ ജില്ലാ അധ്യക്ഷ എന്ന നിലയിൽ ഇവിടെ വന്നു എന്നതാണ് ചെയ്തിട്ടുള്ളത്. ഇല്ല, അങ്ങനെ പിന്തുണ അറിയിക്കേണ്ട ആൾ ഞാനല്ലല്ലോ. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനുണ്ട്, ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം അത് സംബന്ധിച്ച നിലപാടുകൾ പറയും. ഈ അറസ്റ്റ് സംബന്ധിച്ച് സ്വാഭാവികമായും അതിനകത്ത് ഏറെ സംശയങ്ങൾ. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം BJPയുടെ അഭിപ്രായം നമ്മുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജേട്ടൻ പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്, ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത് നിയമത്തിന്റെ വഴിക്ക് പോയിട്ട് അത് തീരുമാനിക്കപ്പെടട്ടെ. പക്ഷേ ഇവിടെ നടന്നിട്ടുള്ള ചില കാര്യങ്ങളിൽ പൊതുസമൂഹത്തിന് ചില സംശയങ്ങളുണ്ട്. എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. മാത്രമല്ല, ഇപ്പോ ഈ കാലയളവിൽ 3 ദേവസ്വം മന്ത്രിമാര് കേരളത്തിലുണ്ടായിരുന്നു. മന്ത്രി കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു, ഇപ്പൊ MP ആയ കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു, വാസവനുണ്ട്, മുൻപുണ്ടായിരുന്ന നമ്മളുടെ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ 3 മന്ത്രിമാർക്കില്ലാത്ത എന്ത് ബാധ്യതയാണ്? മന്ത്രിമാർ പുറമേ നിൽക്കുന്നു. അവിടെ ഹൈക്കോടതിയുടെ ദേവസ്വം കമ്മീഷണറുണ്ട്. അങ്ങനെ അടക്കമുള്ള ഇതുമായി നേരിട്ട് ബന്ധമുള്ള നിരവധി ആൾക്കാരുള്ളപ്പോൾ സ്വാഭാവികമായും ഈ തന്ത്രിയെ ചാരിയിട്ട് മന്ത്രിമാരെ രക്ഷിക്കാനുള്ള നീക്കമാണോ സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്ന് പൊതുസമൂഹം സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റും. ഈ കേസിൽ നിരവധി പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇവരാരെയും BJP നേതാക്കളൊന്നും എന്തുകൊണ്ടാണ് തന്ത്രിയുടെ കുടുംബത്തിൽ ചെങ്ങന്നൂരിൽ തന്ത്രിയുടെ കുടുംബമുള്ളവർ ഞാനിവിടെ എത്തി. BJP നേതാവ് അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് CPM നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്ന BJP നേതാക്കന്മാർ വഹിക്കുന്നതിനും പ്രഖ്യാപിക്കേണ്ട അതാണോ വേണ്ടത്? ഇത് രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത ഇത് രാഷ്ട്രീയമൊന്നും ഇല്ലാത്തൊരു വീടാണിത്. ആ വീട്ടിൽ ഈ നാട് ഞങ്ങളുടെ നാടാണിത്. ഈ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തിൽ സ്വാഭാവികമായിട്ട് ജില്ലാ അധ്യക്ഷതയിൽ സ്വാഭാവികമായ അവർക്കെല്ലാം വിഷമത്തിലാണ്. കുടുംബ ഗൃഹനാഥനാണ് ഇത്രയും. അങ്ങനെയാണ് പൊതുസമൂഹത്തിന്റെ മൊത്തത്തിലുള്ള വിലയിരുത്തൽ. അങ്ങനെ തന്നെയാണ്. കാരണം ആ മന്ത്രി അടക്കമുള്ളവരുണ്ട് ഈ കേസിൽ. ഫയലുകളിൽ ഒപ്പിട്ട മന്ത്രിയുണ്ട്, അവിടെ ഹൈക്കോടതിയുടെ നിരീക്ഷകനായിട്ടുള്ള ദേവസ്വം കമ്മീഷണറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നിരവധി ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്നത്? എന്താണ് മന്ത്രിമാരെ ഒഴിവാക്കുന്നത്? അപ്പൊ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചത് കടകംപള്ളി തന്നെ പറയുന്നു. അപ്പോ തന്ത്രിയിലേക്ക് എല്ലാ കുറ്റങ്ങളും കൊണ്ട് ചാരിയിട്ട് മന്ത്രിയെ രക്ഷിക്കാനുള്ള ശ്രമമാണോ എന്നൊരു സംശയം. ഈ സന്ദീപേട്ടൻ പറഞ്ഞതുപോലെ ആരും അധികം ഉന്നയിക്കാത്തതാണ്. കാരണം ഈ സമയത്തൊക്കെ ഹൈക്കോടതിയുടെ നിരീക്ഷണം അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള റെപ്രസെന്റേറ്റീവ് അവിടെയുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ഒന്നും പേരുകളോ അങ്ങനെയുള്ള ആളുകളൊന്നും ഈ കേസിന്റെ ഒരു ഫ്രെയിമിലേക്കേ വരുന്നു പോലുമില്ല. അതിലാണ് ദുരൂഹത പറയുന്നത്. സ്വാഭാവികം. അതാ ഞാൻ പറഞ്ഞത്. ഹൈക്കോടതിയുടെ നമുക്കറിയാം ദേവസ്വം ബെഞ്ചുള്ള ഒരു ഹൈക്കോടതിയാണ് കേരളത്തിന്റേത്. അപ്പോൾ ആ ദേവസ്വം ബെഞ്ചിന്റെ ചുമതലക്കാരുണ്ട്, ഹൈക്കോടതിയുടെ പ്രതിനിധി ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ഇതിൽ ഉത്തരവാദികളല്ലേ സ്വാഭാവികമായും? അപ്പൊ ഇവരെയൊക്കെ ചെയ്യാതെ എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇത് ശബരിമല യുവതി പ്രവേശത്തെ എതിർത്ത ഒരാളാണ് ശ്രീമൻ രാജീവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രതികാര നടപടിയാണോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. വ്യക്തിപരമായ ബന്ധങ്ങളെ പറ്റിയൊന്നും പറയാൻ ഞാൻ ആളല്ല. ഇത് ഞാൻ പറഞ്ഞില്ല, കേസിന്റെ മെറിറ്റിനെ പറ്റി അല്ല.
ഇതൊരു രാഷ്ട്രീയമായ ഒരു സംശയം ഇതിന്റെ പിന്നിലുണ്ട്. ആ രാഷ്ട്രീയമായ സംശയമാണ് ഞങ്ങൾ പറയുന്നത്. കേസിന്റെ മെറിറ്റ് കേസിന്റെ വഴിക്ക് പോകുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ കേസിന്റെ മെറിറ്റ് പറയാൻ ഞാനാണല്ലോ. കേസ് വഴിതെറ്റി പോവുകയാണെങ്കിൽ കേന്ദ്ര ഇടപെടലുകൾ അങ്ങനെ എന്തെങ്കിലും സാധ്യത ഉണ്ട്? അല്ല, ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, CBI അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. CBI അന്വേഷണത്തോടെ ED കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായ അന്വേഷണങ്ങൾ വരട്ടെ, എല്ലാ ഏജൻസികളും എല്ലാവരും അന്വേഷിക്കട്ടെ, നിരപരാധികൾ വിട്ടയക്കപ്പെടട്ടെ, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ. കേസ് വഴിതെറ്റി പോകുന്ന അഭിപ്രായമുണ്ടോ? അല്ല, ഇപ്പോഴും അങ്ങനെ നമുക്ക് പറയാൻ ആയിട്ടില്ലല്ലോ. കാര്യം സംശയമുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഞാൻ പറഞ്ഞില്ല, ആ അറസ്റ്റില്ല, അതിന്റെ പിന്നിലെ രാഷ്ട്രീയത്തിലാണ് സംശയം. സ്വാഭാവികമായും ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ടല്ലോ. കാരണം മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് 3 മന്ത്രിമാരുണ്ടായിരുന്നില്ല, മന്ത്രി അറിയാതെ ദേവസ്വത്തിന്റെ മുൻ കമ്മീഷണർമാരടക്കം പറഞ്ഞില്ലേ, ദേവസ്വം ബോർഡിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ മന്ത്രിയുടെ അനുമതി വേണം. മന്ത്രിയുടെ അനുമതി ഇല്ലാതെ ദേവസ്വം ബോർഡിലെ ഒരു ട്രാൻസ്ഫർ നടത്താൻ അവകാശമില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, കേരളത്തിൽ ദേവസ്വം ബോർഡ് തിരുവിതാംകൂറായാലും ഗുരുവായൂരായാലും മലബാറായാലും ഏത് ദേവസ്വത്തിലായാലും അവിടെ ഒരു ഇല അനങ്ങണമെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ അനുമതി വേണം. അവിടെ ഒരു ടെമ്പററി അപ്പോയിന്റ്മെന്റ് പോലും നടത്താനുള്ള അധികാരം ഇവർക്ക് ആർക്കുമില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സർവാധികാരിയായി ഇത്രകാലവും അടക്കി ഭരിച്ചതിന് ശേഷം ഒരു കുഴപ്പം വരുമ്പോൾ ഇതൊന്നും ഞങ്ങളുടെ കുഴപ്പമല്ല, വേറെ ആരുടേതാണ് എന്ന് തലയിലിട്ട് രക്ഷപ്പെടുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയമാണ്. അതിന് ഭരണകൂടം കൂട്ടുനിൽക്കുന്നു എന്ന് മാത്രമേ ഞങ്ങൾ പറയൂ. താങ്ക് യു. CPM-ഉം കോൺഗ്രസും പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. നേരത്തെ ആ സ്വർണ്ണക്കൊള്ളക്ക് നേതൃത്വം കൊടുത്തത് CPM സഹയാത്രികരായിരുന്നുവെങ്കിൽ അതിൽ കോൺഗ്രസിനുള്ള പങ്കാളിത്തം കൂടി ഇപ്പോൾ മറനീക്ക് പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ കോൺഗ്രസിനും ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. അപ്പൊ ശബരിമലയിലെ ക്ഷേത്ര പവിത്രത തകർക്കുന്ന കാര്യത്തിൽ, ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ കൊള്ളയടിക്കുന്ന കാര്യത്തിൽ CPM-ഉം കോൺഗ്രസും തമ്മിൽ ഒരു പരസ്പര സഹകരണമുണ്ട് എന്നുള്ളതാണ്. ഈ രണ്ടു കൂട്ടരും ഇരുട്ടിൽ കള്ളന്മാരെ തപ്പുകയാണ്. സത്യത്തിൽ ഈ കൊള്ളയുടെ പിറകിൽ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കൊള്ളയായിട്ടുള്ള ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിറകിൽ CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രമുഖന്മാരായിട്ടുള്ള ആളുകളുടെ പങ്കാളിത്തമുണ്ട്. അതിന്റെ വിശദാംശങ്ങളെല്ലാം പുറത്തു വരേണ്ടതാണ്. ആ വിശദാംശങ്ങൾ പുറത്തു വരാൻ നിലവിലുള്ള SIT-യുടെ അന്വേഷണത്തിന്റെ പരിമിതികളെ കുറിച്ച് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പുതിയ സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും കേസിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നടത്തിയിട്ടുള്ള ഏറ്റവും പുതിയ നിരീക്ഷണങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള CBI അന്വേഷിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഇത് അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്വർണ്ണമോഷണ സംഘം, വിഗ്രഹ കള്ളക്കടത്ത് സംഘം, ഇങ്ങനെയുള്ള വലിയ വലിയ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്കൊക്കെ ഇതിൽ പങ്കാളിത്തമുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം ഒരു കാരണവശാലും ഈ കാര്യത്തിൽ CBI അന്വേഷണം വേണ്ട എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. എന്തിനാണ് മുഖ്യമന്ത്രി CBI അന്വേഷണത്തെ ഭയപ്പെടുന്നത്? അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഗവൺമെന്റിനും ഒന്നും ഈ കാര്യത്തിൽ ഒന്നും മറക്കാനില്ല എങ്കിൽ എന്തിനാണ് അവർ CBI അന്വേഷണത്തെ ഭയപ്പെടുന്നത്? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഒരു CPM കാരണം ശബരിമലയിലെ സ്വർണം കൊള്ളയടിക്കില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സംസ്ഥാന സർക്കാർ CBI അന്വേഷണത്തെ ഭയപ്പെടുന്നത്? ഇനി ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള തുടർ പ്രക്ഷോഭങ്ങൾക്കും പ്രചരണങ്ങൾക്കും നേതൃത്വം കൊടുക്കാനാണ് രാവിലത്തെ കോർ ഗ്രൂപ്പ് യോഗം തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ജനുവരി മാസം 14-ാം തീയതി മകരസംക്രമ ദിനത്തിൽ കേരളത്തിലെ എല്ലാ വീടുകളിലും അതോടൊപ്പം മറ്റു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ശബരിമല സംരക്ഷണ ദീപം തെളിയിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മകരജ്യോതി ദിവസമാണ്. കേരളത്തിനകത്തും പുറത്തുമുള്ള എല്ലാ അയ്യപ്പ വിശ്വാസികളും മകരജ്യോതി തൊഴുന്ന ദിവസമാണ്. ആ ദിവസം തന്നെ ശബരിമല ക്ഷേത്രത്തെ കൊള്ളയടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഈ കൊള്ളസംഘത്തെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ആവശ്യമായ അന്വേഷണം വേണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ശബരിമല സംരക്ഷണ ദീപം തെളിയിക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്.